ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ നിങ്ങൾ എന്താ ചെയ്യാറ്? കളയാറാണോ പതിവ്? പക്ഷേ കളയണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബക്കറ്റിലോ എന്ത് വേണമെങ്കിലും ജൈവവളം ഉണ്ടാക്കാം. നമ്മളെ വീട്ടിലേക്ക് തെങ്ങിൻ്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ കൃഷി പച്ചക്കറി ഉണ്ടാക്കണതിലേക്കൊക്കെ നമുക്ക് ചാണകത്തിനായിട്ട് അത് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ എന്താണെന്നറിയോ, ഒരു റിങ് ഉണ്ടായിരുന്നു. റിങ്ങുകളുണ്ട് ഞങ്ങളെ വീട്ടിൽ മീനെ വളർത്തുന്നത്. പക്ഷേ ഇപ്പോൾ റിങ്ങിൽ വെള്ളം നിൽക്കണില്ല, കാരണം അടിയിൽ കൂടെ ലീക്കാണ്. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചതിന് ജൈവവളം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് എന്ത് പച്ചക്കറി വേസ്റ്റ് കിട്ടിയാലും അതിൽ കൊണ്ടിടും എല്ലാതും. പിന്നെ ഒന്നും കളയില്ല, ഒക്കെ അതിൽ കൊണ്ടിടുക ചെയ്യാറ്. പിന്നെ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ കിട്ടില്ലേ ഈ പുല്ലൊക്കെ, അതൊക്കെ അതിൽ കൊണ്ടിടും. അപ്പോൾ കോഴികളെന്ത് കാട്ടും, പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോൾ അതിലത്തെ മൊത്തം കഴിക്കും. അവർക്ക് വേണ്ട മീൻ വേസ്റ്റൊക്കെ അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് അതിലുണ്ടാവുക. പിന്നെ അതിൽ വെള്ളം പോയാൽ തന്നെ, വെള്ളം ഒഴിച്ചാൽ തന്നെ അതിൻ്റെ അടിയിലൊരു കുഴലുണ്ടാവും, കൂടെ വെള്ളം ലീക്കായിട്ട് അടിയിൽ കൂടെ പോകും. അപ്പോൾ ഇത് പിന്നെ ഇങ്ങോട്ടും തോറും അമരും. ഞാനിത് നിറച്ചുണ്ടായിരുന്നത്, കാരണം ഇലയൊക്കെ ഇട്ടിട്ടേ തൊടിയിലത്തെ പുല്ലൊക്കെ കൊടുന്നിട്ട് ഞാനിതിൽ കൊടുന്നിട്ടിരുന്നതാണ്. പിന്നെ ഈ പച്ചക്കറി തോട്ടത്തെ പുല്ലൊക്കെ ഞാൻ അതിലിട്ട് നല്ല നിറഞ്ഞിരുന്നതാണ്. എന്നിട്ട് എന്ത് കാട്ടും, ഞാൻ തുണി വെച്ചിട്ട് അടക്കും. പിന്നെ രാവിലെ പിന്നെയും തുറക്കും. അങ്ങനെ അങ്ങനെ അമർന്ന് പോയിട്ടിപ്പോൾ പകുതി അയക്കുകയാണ്. ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എന്ത് വേസ്റ്റ് കിട്ടുകയാണ് നമ്മൾ ഇതേപോലെ ബക്കറ്റിലോ അല്ലെങ്കിൽ വല്ല കുടത്തിലോ എങ്കിലും ആക്കി വെക്കാം. ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയാൽ മതി അടിയിൽ. അപ്പോൾ വെള്ളം ലീക്കുള്ളത് അതേപോലെ അടിയിൽ കൂടെ പോവുകയും ചെയ്യും. എന്നിട്ട് അത് അമർന്ന് ഒരു 5-6 മാസം ആകുമ്പോഴത്തേന് നല്ല പൊടി പോലെ ആവും. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാനിത്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നിറച്ച് വെച്ചത്. ഞാൻ ചക്കട മടലിൽ എന്ത് കിട്ടിയാലും ഞാൻ അതിലാണ് കൊണ്ടിടാറ്. എന്നിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് മൂടിയിരിക്കുകയാണതേ. അത് എന്നിട്ട് നോക്കുമ്പോൾ അപ്പം നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ഈ മഴക്കാലത്ത് ഇടായിരുന്നു. പക്ഷേ മഴക്കാലത്ത് അപ്പോൾ അത്ര അധികം ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല ചൂടല്ല, അത് കാരണം ഇപ്പോൾ നല്ല പൊടിഞ്ഞിട്ട് ശരിക്ക് വളപ്പൊടി പോലെ അയക്കണം. കണ്ട, ശരിക്കും മണ്ണ് ചേർത്ത പൊടി പോലെ അയക്കണം. ഇതിൽ ശരിക്കും ഞാൻ മണ്ണിരൊന്നും ഇട്ടിട്ടില്ല. ചിലർ പറയും മണ്ണിരണമെന്ന്. ഇതിൽ തന്നെ മണ്ണിരുണ്ടാവുന്നുണ്ട്, പുഴുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതന്നെ കമ്പോസ്റ്റായിട്ട് മാറുന്നുണ്ട്. പിന്നെ വെള്ളം നല്ല ഒഴിക്കാൻ പാടില്ല. അത് മഴവെള്ളം കൊള്ളാണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്നിട്ട് അത് നമ്മളൊരു 5-8 മാസമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൊടിയായിട്ട് കിട്ടും. ഇത് നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ പച്ചക്കറിക്കോ ചാണകമോ കാട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതന്നെ ഇട്ടാൽ വളമാണ്. ഇത് മണ്ണ് കൂടെ ചേർത്തിട്ട് പച്ചക്കറി ഇട്ട് കൊടുത്താൽ നല്ല ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ പച്ചക്കറി വേസ്റ്റ് കളയാതെ ഇതുപോലെ ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും.